നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ജി സുധാകരൻ, മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന അദ്ദേഹം. നമസ്കാരം. ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ. ഈ പേജ് ഫോളോ ചെയ്യാത്തവർ എല്ലാവരും ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ ഈയിടെ 2 ദിവസത്തിന് മുൻപേ പറഞ്ഞിരുന്നു, നല്ല സ്ഥാനാർത്ഥികൾ, നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന സ്ഥാനാർത്ഥികൾക്ക് നമ്മൾ വിവേകത്തോടു കൂടി വോട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ മുൻകാലങ്ങളിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നല്ലൊരു മന്ത്രി, അതും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് നമുക്ക് റോഡിൽ കൂടി വണ്ടികൾ സുഗമമായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുമായിരുന്നു. മറ്റു ഒരു പാർട്ടിക്കാരിവിടെ ഭരിച്ചിട്ട് ഒരിക്കലും റോഡ് ശരിയായിട്ടില്ല. അതിനുശേഷം വന്നിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മരുമകൻ, പുള്ളിക്കാരൻ പൊതുമരാമത്ത് കൈകാര്യം ചെയ്തിട്ട് ഒരിടത്തും എത്തിയില്ല. നമുക്ക് റോഡിൽ ഇറങ്ങി വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എത്രയോ പേർ കുഴികളിൽ വീണ് ആക്സിഡൻറ്റ് മൂലം മരിക്കുകയാണ്. ഇവിടെ ജി സുധാകരൻ എന്ന് പറയുന്ന സീനിയർ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നപ്പോൾ അദ്ദേഹം ശക്തമായിട്ട് കോൺട്രാക്ടർമാരോട് ഇടപെടുകയും ശക്തമായിട്ട് നടപടികൾ എടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡുകൾ ടാർ ചെയ്യുമ്പോൾ അത്രയും നല്ല രീതിയിൽ ഫസ്റ്റ് ക്വാളിറ്റിയോടുകൂടി തന്നെ, എന്ന് വെച്ചാൽ ഏകദേശം ഒരു 5 വർഷം, ഒരു 3-4 വർഷമെങ്കിലും കിടക്കുന്ന രീതിയിൽ നല്ല രീതിയിലായിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. അല്ലെങ്കിൽ അവരോട് ശക്തമായിട്ട് നടപടികൾ എടുക്കുമായിരുന്നു. വേറെ ഒരു മന്ത്രിമാരും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് അത് വിജയിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ ആ അമ്പലപ്പുഴ, അദ്ദേഹം അമ്പലപ്പുഴയാണ് നിൽക്കുന്നത്. അപ്പോൾ അമ്പലപ്പുഴയുള്ള നിവാസികൾ, വോട്ടർമാർ, അവരോട് എനിക്കുള്ള അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ, ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിന്, അദ്ദേഹം ഇപ്പോൾ LDF വിട്ടു, അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വോട്ടിട്ട് വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ UDF ആണ് അടുത്ത ഭരണമെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ ആ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ട് തന്നെ അദ്ദേഹത്തിന് ചിലപ്പോൾ ഇരിക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ റോഡുകൾ നന്നായിട്ടിരിക്കും എന്ന്. ഞാൻ UDF വരണം LDF വരണം എന്നൊന്നും പറയുന്ന ആളല്ല. പക്ഷെ വരികയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം ഉണ്ടാവും. അത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നമ്മൾ എന്താ പറയുക, വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കണം. നല്ലൊരു മനുഷ്യനാണ്, അഴിമതിയില്ലാത്ത കാര്യം. ആ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് വെച്ചാൽ അഴിമതി ഒരുപാട് കാണിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടെ അഴിമതിയില്ലാതെ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് പറ്റും. അതുപോലെ തന്നെ അടുത്ത് ഞാൻ ഇനി പറയാൻ പോകുന്നത് KV ഗണേഷ് കുമാറിനെ പറ്റിയായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ അഖിൽമാരെ പറ്റി പറയും, ഒരു വീഡിയോ ചെയ്യും. പിന്നെ ഇങ്ങനെ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം മറ്റുള്ള കാര്യങ്ങളല്ല നമ്മൾ നോക്കേണ്ടത്, അവർ ഇരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണ് നല്ലത് ചെയ്തോ, നന്മ ചെയ്തോ, നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന എന്ത് ചെയ്തിട്ടുണ്ടോ അത് ഞാൻ നോക്കി കണ്ടിട്ടാണ്. ഞാനല്ല രാഷ്ട്രീയം നോക്കിയല്ല, രാഷ്ട്രീയം എനിക്കൊരു വിഷയമേ ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, നമസ്കാരം.